Hi, good morning. Welcome back to yet another video of mine. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകണമായിരുന്നു. ഞാനിപ്പോൾ ഇത്രയും ദിവസം കുറച്ച് ദൂരമായിരുന്നു, ഓൾമോസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് നടന്നിട്ട് ഞങ്ങൾ പൊതുവേ വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സോ അവിടെ ചെന്നിട്ട് അവിടെയല്ല, അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട് കേട്ടോ. സോ അവിടെ പോയിട്ടൊക്കെയാണ് ഞാൻ വെജിറ്റബിൾസ്, നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. സോ ജസ്റ്റ് നൗ ഇപ്പോൾ ഇന്നലെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ ഞാൻ കണ്ടത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് മുമ്പിലത്തെ ഏരിയയിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇറ്റ്സ് ഓൾസോ വെരി ബിഗ്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം വെജിറ്റബിൾസ് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കാരണം കുറേ വെജിറ്റബിൾസ് ഇങ്ങനെ കുറേ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആവാം. നമുക്കിവിടെ എന്ത് വേണമെങ്കിലും കിട്ടും എന്നുള്ള രീതിയിലാവും. അല്ല, കുറച്ച് മാത്രം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരുപാട് ചിന്ത. അപ്പോൾ ഇന്ന് ഞാൻ എന്തുണ്ടാക്കും, നാളെ എന്തുണ്ടാക്കും എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോൾ കുറേ പച്ചക്കറി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ പേടിയില്ല കേട്ടോ, എന്തുണ്ടാക്കണം എന്നുള്ള തിങ്കിങ് ഇല്ല. ഇതുണ്ടാക്കാം അതുണ്ടാക്കാം എന്നുള്ള കുറേ ഓപ്ഷൻസ് എനിക്ക് കിട്ടും. സോ അവിടെ ഒന്ന് പോയി നോക്കണം. അതിനോടൊപ്പം തന്നെ ഇപ്പം ഇന്നലെ ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു. ബസ്സിലാണ് കേട്ടോ ഞാൻ പോയത്. പൊതുവേ ഞാൻ മെട്രോനെക്കാട്ടിലും കൂടുതൽ ബസ്സാണ് പ്രിഫർ ചെയ്യണത്. എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് ബസ് കുറച്ചും കൂടി ഒന്ന് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ ഓൾസോ ഇൻക്ലൂഡ് ഓൾ ദോസ് വിഷ്വൽസ് ഇൻ ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചൊരു റഫ് ഐഡിയ കിട്ടും. ഇപ്പോൾ ദുബായിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒരു റഫ് ഐഡിയ കിട്ടും. ദുബായിൽ ഓൾറെഡി താമസിക്കുന്നവരാണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഫൺ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇപ്പോൾ രാവിലെ ഒരു 10 o'clock ആയിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടും പഴവും കൂടി, നമ്മുടെ റോബസ്റ്റ് പഴം, അത് രണ്ടും കൂടി ചേർത്ത് കഴിച്ചിട്ടു. എനിക്ക് വലിയ താല്പര്യമില്ല പുട്ട്, പക്ഷേ എളുപ്പ പണിയാണത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി കുക്കറിൽ, അതങ്ങനെ ആയിക്കോളും. സോ വലിയ പാടില്ല. അപ്പോൾ അത് മോൾക്ക് കളിക്കാൻ പോകണം എന്നുണ്ട്. സോ ഷി വാസ് ആസ്കിങ് ഫോർ ദി പെർമിഷൻ. ഓക്കെ, സോ ബൈ. ഓക്കെ, സോ ഷി വെന്റ് ടു പ്ലേ. അപ്പോൾ പുട്ടനാകുമ്പോൾ നമുക്ക് വലിയ പണിയില്ലല്ലോ. ദോശയാകുമ്പോൾ അവിടെ ചുട്ടോണ്ട് നിൽക്കണം നമുക്ക്. അങ്ങനെ എനിക്ക് ദോശ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. ചപ്പാത്തി ആയാലും കുഴപ്പമില്ല കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് അത്ര കുഴപ്പമില്ല, കാരണം അത് റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുമല്ലോ, പാക്കറ്റായിട്ട് നമുക്ക് കിട്ടും. ജസ്റ്റ് നമുക്ക് അങ്ങനെ ചുട്ടെടുക്കുകയല്ലേ വേണ്ടു. സോ അത് വലിയൊരു പണിയല്ല. പക്ഷെ ചപ്പാത്തിക്ക് നമ്മൾ എന്ത് കറി ഉണ്ടാക്കും, ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. Sahara. Next stop is Sahara Center.
സോ ഇപ്പോൾ സ്കൂളൊക്കെ ഇവിടെ തുടങ്ങാറായിട്ട് വെക്കേഷൻസ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ സ്കൂള് മാറ്റാനായിട്ട് നോക്കുകയാണ്. കാരണം ഇപ്പോൾ പ്രസൻ്റ്ലി പോണ സ്കൂള് കുറച്ച് ദൂരെയാണ് ഇവിടുന്ന്. ആൻഡ് ഓൾസോ ട്രാവലിംഗ് ഒരുപാട് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഹാബിറ്റ് ഇല്ല, ഒരുപാട് ട്രാവലിംഗ് ചെയ്തതിൻ്റെ ഹാബിറ്റ് ഇല്ല. സോ ഷീ ഈസ് നോട്ട് ഫീലിംഗ് കംഫർട്ടബിൾ. അപ്പം ഞങ്ങൾ കുറച്ച് അടുത്തുള്ള സ്കൂള് നോക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഏട്ടനെ ജസ്റ്റ് ഒന്ന് കൊണ്ട് വിടുകയല്ല വേണ്ടു. സോ പിക്കപ്പ് ചെയ്യാൻ എനിക്ക് പോവാമല്ലോ. അപ്പോൾ അത് കുഴപ്പമില്ല. സോ വി ആർ ഇൻ എ സെർച്ച് ഓഫ് ഗുഡ് സ്കൂൾസ് ബട്ട് വിച്ച് ഈസ് ഓൾസോ നിയർ ബൈ. അതിൻ്റെ ആണ് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോണ സ്കൂളിൽ തന്നെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഷീ ഈസ് റിയലി ഫീലിംഗ് അൺകംഫർട്ടബിൾ. അപ്പോൾ കുട്ടിയുടെയും കൂടി നമ്മൾ കംഫർട്ട് സോൺ നോക്കിയിട്ട് വേറെ നമുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം എന്ന് പറയണത് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് കുറച്ച് മടി പിടിച്ച ദിവസമാണ്. ചോറും കൂട്ടാനും ഉപ്പേരി ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചപ്പാത്തി ഉണ്ടാക്കാം. അതിന് കൂടെ നമുക്ക് പൊട്ടാറ്റോ കറി അല്ലെങ്കിൽ ടൊമാറ്റോ കറി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ രാത്രി വേണമെങ്കിൽ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. കാരണം ഇന്ന് നമ്മൾ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കും കൂടി ആവുമല്ലോ. അപ്പോൾ നാളെ രാവിലെ നേരത്തെ എണീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വൈകുന്നേരം നമുക്ക് കൂട്ടാൻ ഇപ്പോൾ ഞാൻ നോക്കട്ടെ പടവലങ്ങ മോളൂഷ ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. നോക്കാം, വൈകുന്നേരം എൻ്റെ മൂഡിൻ്റെ അനുസരിച്ചിട്ടിരിക്കും. ചിലപ്പോൾ മോര് കറി ഉണ്ടാക്കും. മോര് കറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയുന്ന ഒരു ഉണ്ടാക്കി കഴിയുന്ന ഒരു കറിയല്ലേ. സോ നോക്കട്ടെ, പടവല്ലെങ്കിൽ അല്ലെങ്കിൽ മോര് കറി ഏതെങ്കിലും ഒന്ന്. എന്തായാലും അവളും കഴിക്കാൻ പോകില്ല, അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കും വലിയ അത്ര താല്പര്യമില്ല. മോര് കറി അതേപോലെ മുളകുശ്യം സാമ്പാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ സാമ്പാർ എന്ന് പറയണത് ഞാൻ എത്രത്തോളം അത് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ ഒരു ടേസ്റ്റ് എന്താണോ എനിക്കറിയില്ല, എനിക്ക് കിട്ടുന്നില്ല. ഞാൻ കുറേ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ടത് പറ്റുന്നില്ല കേട്ടോ. സാമ്പാർ എന്നെ കൊണ്ട് പറ്റില്ല. ബാക്കി എല്ലാ കറികളും ഞാൻ വെക്കും. അതേപോലെ ബിരിയാണി അതൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ അത് രാവിലെ തൊട്ട് ഏകദേശം നല്ലൊരു പണിയാണ് ഈ ബിരിയാണി ഉണ്ടാക്കൽ. ഒരു 3-4 മണിക്കൂർ അതിൻ്റെ പിന്നാലെ നടക്കണം. എന്തായാലും പേട്ടനും പറഞ്ഞപ്പോൾ ഇന്ന് എന്തായാലും വേണ്ട, നമുക്ക് ഞായറാഴ്ച ദിവസം ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇന്ന് ഇങ്ങനെ ഉച്ചയ്ക്ക് ചപ്പാത്തി ഉച്ചയുടെ ടെൻഷൻ കഴിഞ്ഞു. ഇപ്പോൾ വൈകുന്നേരം കൂട്ടാൻ ഉപ്പേരി ഇതൊക്കെ ഉണ്ടാക്കണം. നാളത്തേക്കും കൂടി ആയിക്കോളും കൂട്ടാൻ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നല്ലത് എനിക്ക് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഷൂട്ട് ഓൾ ദോസ് ആൻഡ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു സോഫ കണ്ടപ്പോൾ അതിനും കൂടി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടോ. നല്ല രസമല്ലേ. അപ്പോൾ ഇത് ബസ് സ്റ്റോപ്പിനുള്ളിൽ ഇതേപോലെ സ്ക്രീൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലത്തെ പേരും ഏത് ബസ് നമ്പറാണ് എത്ര മിനിറ്റിൽ വരും എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ കുറേ പേർക്ക് സംശയമുള്ളത് നമുക്ക് 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഏത് ടൂത്ത് പേസ്റ്റ് പ്രിഫർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഈ 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ മീൻസ് അവർക്ക് തുപ്പാൻ അറിയില്ലല്ലോ. അപ്പോൾ റിൻസ് ചെയ്യാൻ അവർക്ക് അറിഞ്ഞുകൂടാ. സോ നമ്മൾ ഫ്ലൂറൈഡ് പൊതുവേ നമുക്ക് അറിയാം, ഫ്ലൂറൈഡ് നമ്മൾ വിഴുങ്ങാൻ പാടില്ല എന്നുള്ളത്. സോ വിച്ച് ഈസ് ദ സേഫസ്റ്റ് ടൂത്ത് പേസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ക്ലിനിക്കിലൊക്കെ പേഷ്യൻസ് വരുമ്പോൾ അവരുടെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏത് ടൂത്ത് പേസ്റ്റാണ് ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കാറുള്ളത്. ഈ ഒരു ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ, PGൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ്. ഇറ്റ്സ് മെയിൻലി മെൻറ്റ് ഫോർ ചിൽഡ്രൻ. ഇതിൽ നമുക്ക് കണ്ടെയ്ൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂറൈഡ് അബ്സല്യൂട്ട്ലി ഫ്ലൂറൈഡ് ഫ്രീ ആണ്. അതിനോടൊപ്പം SLS ഫ്രീ ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് xylitol ടു റെഡ്യൂസ് ദി ക്യാവിറ്റി. ഓക്കെ, ഇതിൽ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട്, മിക്സ്ഡ് ഫ്രൂട്ട് ഫ്ലേവർ ഉണ്ട്. ആൻഡ് ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് പ്രൈസ് ഓഫ് ദിസ്. ഞാനത് ഓൺലൈൻ നിന്നിട്ട് വാങ്ങിച്ചത്. എനിക്കിത് സ്റ്റോറിലൊന്നും കിട്ടിയില്ലായിരുന്നു. സോ ഓൺലൈനിലായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
and it was I think approximately around 100 rupees. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്ലൂറൈഡ് ഇല്ല. ഓക്കെ, സോ ഈവൻ ഇഫ് ദ ബേബി സ്വാലോ ദ ടൂത്ത് പേസ്റ്റ് ഇറ്റ്സ് വെരി സേഫ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സംശയം ഉണ്ടാവില്ല, ഫ്ലൂറൈഡ് ആണല്ലോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വിച്ച് ഈസ് യൂസ് ടു പ്രിവെൻറ്റ് ദ ക്യാവിറ്റീസ് ആണ്. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് റെഗുലർ ആയിട്ട് ഒരു ബ്രഷിങ് ഹാബിറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ക്യാവിറ്റീസ് ഡെവലപ്പ് ആവില്ല. അപ്പോൾ ചോക്ലേറ്റ്സ് അധികം കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ട്രൈ ടു റെഡ്യൂസ് ദി ചോക്ലേറ്റ് ഇൻടേക്ക്. ഇഫ് നോട്ട് ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇഫ് ഫോർ ദാറ്റ് മാറ്റർ ഏതെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ബിസ്ക്കറ്റ്സ് അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ കഴിച്ചതിന് ശേഷം മേക്ക് ഷുവർ ടു ബ്രഷ് ദ ടീത്ത്. അങ്ങനെ ചെയ്താൽ പോലും നമ്മുടെ ക്യാവിറ്റീസ് ഒക്കെ നല്ലോണം ടു സം എക്സ്റ്റെൻറ്റ് പ്രിവെൻറ്റ് ആവും കേട്ടോ. എന്നിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതായത് കുട്ടി റെഗുലറായിട്ട് ബ്രഷ് ചെയ്യില്ല. സോ ട്രൈ ടു ഇങ്ങനത്തെ ടൂത്ത് പേസ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കും. സോ ദ ചിൽഡ്രൻസ് വിൽ ബി വെരി മച്ച് ആൻഷ്യസ് ടു യൂസ് ദിസ് കൈൻഡ്. ഇതങ്ങനെ കാണുമ്പോൾ തന്നെ സ്ട്രോബെറി ഫ്ലേവറാണ്, സോ അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ കുട്ടികൾക്ക് ആ രസമായിട്ട് തോന്നും കേട്ടോ. സോ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സോ ദേ വിൽ റിയലി എൻജോയ് ദ ബ്രഷിങ്. രാവിലെയും രാത്രിയും റെഗുലറായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് ക്യാവിറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫോർ ലോങ് റൺ. സോ ദർ ഈസ് നോ റിസ്ക് ഓഫ് ക്യാവിറ്റീസ് ഈവൻ ഇഫ് ദർ ഈസ് നോ ഫ്ലൂറൈഡ് ഇൻ ദിസ്. ഇത് നമുക്ക് കടകളിൽ ഒന്നും കിട്ടില്ല കേട്ടോ. എൻ്റെ അറിവിൽ ഒരു കടകളിലും കിട്ടില്ല. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഐ തിങ്ക് ഇറ്റ്സ് അവൈലബിൾ ഇൻ ഓൾ ദി ഓൺലൈൻ വെബ്സൈറ്റ്സ്, ഐ എം നോട്ട് ഷുവർ, ബട്ട് ഞാൻ വാങ്ങാറുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് യുവർ ക്വരി ഹാസ് ബീൻ സോൾവ്. I'm going to end today's vlog. I hope you all enjoyed it. And നിങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം കേട്ടോ. കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ്, ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയാലും ഇതേപോലത്തെ ഡെയിലി വ്ളോഗ്സിലായാലും ഞാൻ ചെറിയ ഇൻഫർമേഷൻസ് ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഷുവറായിട്ടും കാണാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം അറിയിക്കുക. ഓക്കെ, സോ വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് അനദർ ഡിഫറെൻറ്റ് വ്ളോഗ്. ആൻഡ് യെസ്, ടേക്ക് കെയർ, ബൈ.